ഈ കാറുകളൊക്കെ ഉള്ള ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റും പിന്നെ അതിൻ്റെ അപ്പോൾ ഈ കാറിൻ്റെ സീറ്റ് കാണുവാണെങ്കിൽ കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയും ചെരുവാണ് ഈ സീറ്റിനുള്ളത്. അപ്പം ഇതൊരു ബലീനോ കാറാണ്. ഈ സീറ്റ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ മുമ്പിലേക്ക് അധികം വിസിബിലിറ്റി കിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് പൊങ്ങി ഇങ്ങനെ സ്റ്റിയറിങ്ങിൽ ഏന്തി വലിഞ്ഞ് പിടിച്ച് നിൽക്കണം. പിന്നെ അതുമാത്രമല്ല, ഒരു ദീർഘദൂര യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ഒരു പരുവാവും. അപ്പം ഇതിൻ്റെയൊക്കെ ഉയർന്ന മോഡലുകൾക്കൊക്കെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സംവിധാനമുണ്ട്. ഇതാ ഇവിടെ ഈ മോഡലിന് അതില്ല. അപ്പോൾ അതൊക്കെ അന്ന് നമ്മൾ മേടിക്കാൻ നോക്കിയപ്പോൾ 50,000 രൂപയൊക്കെ കൂടുതലായിരുന്നു അതിന് ഉയർന്ന വേരിയൻറ്റിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളന്ന് മേടികളൊക്കെ അവരുടെ ജെന്യുവൻ പാർട്സ് പുറത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിന്ന് അങ്ങനത്തെ ഒരു സംവിധാനം ചെയ്യാൻ പോകണം. ഈ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിലേക്ക് മാറ്റാൻ പോവാണ്. ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ചില സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ എത്തിയൊക്കെ നോക്കണം. ഇതങ്ങനെ കുഴിഞ്ഞിരിക്കുന്നുണ്ട്, പൊക്കമില്ലാത്തതുകൊണ്ട്. എനിക്ക് പൊക്കമില്ലാത്തതുകൊണ്ടല്ല, സീറ്റ് കുഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി നടുവിനൊക്കെ. അപ്പോൾ പിന്നെ ഒന്നോടെ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടീമുണ്ടെന്ന് കണ്ടത്. അപ്പോൾ കുറേ വിളിച്ച് അന്വേഷിച്ച് നോക്കിയപ്പം കുറേ സ്ഥലത്തോടൊക്കെ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് കുറവാണ്, എന്നാലും ചെയ്യുന്നുണ്ട്. പക്ഷേ വിളിച്ച് നോക്കിയപ്പോൾ നമ്മുടെ മോഡലിൻ്റെ സീറ്റ് അവരുടെ കയ്യിലില്ല, സ്റ്റോക്ക് തീർന്നു എന്ന് പറഞ്ഞു. ഇത് ഇച്ചിരി പഴയ മോഡൽ, 2019 മോഡലാണ്. അപ്പോൾ ഇനി വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അന്വേഷിച്ച് നോക്കിയപ്പോൾ മലപ്പുറം കോട്ടയ്ക്കൽ ടീമിൻ്റെ നമ്പർ കിട്ടി. അവരോട് ചോദിച്ചപ്പോൾ അവർ മോഡൽ അയക്കാൻ പറഞ്ഞു. മോഡൽ ഫോട്ടോ ഒക്കെ കൊടുത്തപ്പോൾ ഇത് സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബുക്ക് ചെയ്തോ, എന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബുക്ക് ചെയ്തു, സീറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിടിപ്പിക്കാൻ 1 മണിക്കൂർ 1.5 മണിക്കൂറേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കരുതിക്കൊണ്ടിരുന്നത് ഈ സീറ്റ് മാറ്റിവെക്കാന്ന്, ഈ സീറ്റ് മൊത്തത്തിലെടുത്തിട്ട് അങ്ങ് മാറ്റിവെക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു മെറ്റൽ പ്ലേറ്റിൻ്റെ ഭാഗമുണ്ട്. ലിവറൊക്കെ ഇങ്ങനെ പൊക്കുന്ന ലിവറൊക്കെ വരുന്ന ഭാഗം, അത് മാത്രമാണ് മാറ്റുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിമാണ്. അപ്പോൾ അതിനാണ് ഈ കമ്പനിക്കാർ ടോപ്പ് എൻഡിലൊക്കെ അത്രയും വിലയൊക്കെ കൂട്ടി നമ്മളിട്ട് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പം ചെറിയ റേറ്റിനാണ് ഇത് മാറ്റി കിട്ടുന്നത്. അതേ റേറ്റ് തന്നെ ഇതേ സംഭവം ഞാൻ സർവീസ് സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചു നോക്കി ഇത് മാറ്റുമെന്ന്. അപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞ് ഇപ്പോൾ അവരും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം കമ്പനി തന്നെ ഈ കമ്പനിയുടെ ജെന്യുവൻ പാർട്സാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവർക്കും കിട്ടുന്നത്, മാരുതിക്കാർക്കും കിട്ടുന്നത്. അപ്പോൾ അവരും ഇപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് റേറ്റും കൂടുതലാണ്. പോരാത്തതിന് അതിൻ്റെ കൂടെ GST വരുന്നുണ്ട്. പിന്നെ അതും പോരാതെ സർവീസ് കോസ്റ്റ് വേറെ വരുന്നുണ്ട്, ലേബർ ചാർജ് അതിൻ്റെയും GST വേറെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടി, ഇവർ ചെയ്യുന്നതിൻ്റെയൊക്കെ ഇരട്ടി കാശാവും. അപ്പോൾ അതിൽ നല്ലത് ഏതായാലും ഇവർ ചെയ്യാനുള്ളൂ. പിന്നെ കമ്പനിക്ക് കൊടുത്താൽ അവർ അതിൻ്റെ പേരിൽ 2 ദിവസം വണ്ടി കൊണ്ടുപോയി ഇടുകയും ചെയ്യും. അപ്പം ഇതാണെങ്കിൽ ഒരു പ്രശ്നമല്ല, നമുക്ക് കാണുകയും ചെയ്യാം, എന്താ ചെയ്യുന്നതെന്നുള്ളത് കാണുകയും ചെയ്യാം. 1 മണിക്കൂർ കൊണ്ട് കാര്യവും കഴിയും. അപ്പോൾ ഏതായാലും നമുക്ക് ഇനി പിടിപ്പിക്കുന്നതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ഉണ്ട് കോട്ടയ്ക്കലെത്താൻ. അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര മഴ ദിവസമാണ്. കോഴിക്കോട് ജില്ലയിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കേട്ടോ. എന്നിട്ടും മഴയൊന്നും ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അടുത്ത പെരുമഴ വന്നത്. അപ്പം നമ്മൾ ഇവിടെ എത്തി കേട്ടോ, പറഞ്ഞ ഷോപ്പിലെത്തി. കാർ കാസ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവർ വന്നിട്ട് അതിൻ്റെ സീറ്റൊക്കെ ഊരിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഊരിയ സീറ്റ്. ഇതിന് മൊത്തം ഇതിൻ്റെ കവറൊക്കെ ഊരിയിട്ട് ഇത് മൊത്തം ഡിസസംബിൾ ചെയ്യണം. പിന്നെ ഈ കട വരുന്നത് കോട്ടയ്ക്കൽ പെരിന്തൽമണ്ണ റൂട്ടിലാണ്, ഹൈവേയുടെ സൈഡിൽ തന്നെ. ഈ വണ്ടികളുടെ സീറ്റൊക്കെ 2 ഭാഗങ്ങളാട്ടോ. ഇരിക്കുന്ന അടിഭാഗത്ത് ഒരു ഭാഗവും ചാരി ഇരിക്കുന്ന ഭാഗത്ത് വേറൊരു ഭാഗവും, അങ്ങനെ ഇതൊക്കെ വരുന്നത്.
ഈ കാണുന്ന ചെറിയ ഈ മെറ്റൽ സംഭവമാണ് ഈ സീറ്റിൻ്റെ ഇത്രയും വലിയ സീറ്റിൻ്റെയൊക്കെ അടിഭാഗത്തെ ആകെ വരുന്നൊരു സപ്പോർട്ട്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ സീറ്റ് അടിഭാഗം വരുന്ന ആ ഫുൾ മെക്കാനിസം. അപ്പം ഈ സീറ്റിൽ തന്നെയാണ് ഇതിൻ്റെ സീറ്റ് ബെൽറ്റിൻ്റെ പിടിപ്പിക്കുന്ന ഭാഗം വരുന്നത്. കണ്ടില്ലേ, ആ ചുവന്ന കളറുള്ള ആ സീറ്റ് ബെൽറ്റിൻ്റെ അടിയിൽ തന്നെ അതിനൊരു പവർ സപ്ലൈ വരുന്നുണ്ട്. ആ പവർ സപ്ലൈ എന്തിനാണെന്ന് ചോദിച്ചാൽ, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അലാറം അടിക്കുമല്ലോ. അപ്പോൾ ആ സംഭവത്തിൽ ഒരു സെൻസറുണ്ട്. ആ സെൻസർ വർക്ക് ചെയ്യാനുള്ള പവറാണ് ഇതിൽ കൂടി കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പുതിയത് കാണാം. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചേക്കണ പുതിയ സംഭവം. സെയിം സാധനം തന്നെ, പക്ഷേ ഒരു ചെറിയ മെക്കാനിസം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ലിവർ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. 2 ലിവറുകളുണ്ട് ഇതിന്. ഇത് സംഭവം ജെനുവൻ മാരുതി പാർട്സ് ആണ്, സുസുക്കിൻ്റെ തന്നെയാണിത്. അതിൻ്റെ എല്ലാ മാർക്കുകളൊക്കെ അവിടെ തന്നെയുണ്ട്. ഈ പരിപാടി ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂർ പോലും വേണ്ട, അത്രയും നേരം ഉള്ളൂ ഇത്. അപ്പം ഈ കമ്പനിക്കാരൊക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യത്തിന് വെറുതെ ഇട്ട് വട്ടം കറക്കുന്നതാണ് ഡിമാൻഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഈ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ 4 സൈഡുണ്ടല്ലോ അടിഭാഗത്തെ, അതിൽ ഫ്രണ്ട് ഭാഗത്തെ അവിടെ തന്നെ സ്റ്റേ ആണ്, അത് അനങ്ങുന്നില്ല. അതേസമയം ഈ ലിവർ വലിക്കുമ്പം പുറകിലത്തെ 2 ഭാഗമാണ്, പുറകിലത്തെ ആ ചെരുവ് വരുന്ന ഭാഗം മാത്രമാണ് മുകളിലേക്കും താഴേക്കും അനങ്ങുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ചെരുവ് മാറി കിട്ടുള്ളൂ. അതേപോലെ തന്നെ അപ്പം സീറ്റിന് ഹൈറ്റും കൂടും. പിന്നെ ഈ സീറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സീറ്റിനെ കഴിഞ്ഞും കുറച്ചുകൂടെ ഇറക്കം കിട്ടുന്നുണ്ട് ഇതിന്. അപ്പം പൊക്കം കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ തലമുട്ടാതെയൊക്കെ സുഖമായിട്ട് വേണമെങ്കിൽ സീറ്റ് കുറേ താത്തിയും കൂടി വയ്ക്കാം. അതേപോലെ പൊങ്ങുകയും ചെയ്യും, പൊക്കം കുറഞ്ഞവർക്കും പറ്റും. പിന്നെ ഇതുപോലെ ബാക്ക് സപ്പോർട്ട് ഒക്കെ നല്ലപോലെ കിട്ടുകയും ചെയ്യും.